കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഹൈന്ദവ വിശ്വാസി ഒരു അമ്മയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നമസ്കരിച്ചിട്ട് എന്ന് ചോദിക്കുന്നതും അതുമായിട്ട് സംബന്ധിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നല്ല റീച്ചായി. ഒരുപാട് പേർക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ. അപ്പോൾ ഇതിൽ ചെറിയ 2-3 കമന്റുകൾ വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഇത് നമ്മൾ ചർച്ച ചെയ്ത് പോകാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ട് ആ വീഡിയോ കാണാത്തവർക്ക് ഇതിൻ്റെ അവസാനം ആ വീഡിയോ ആഡ് ചെയ്യാം. ഇതിനെനിക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടാവുന്ന സാഹചര്യവും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ ഇടുന്നവരുടെ ഉദ്ദേശവും ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പൂർണ്ണമായിട്ട് കാണണം, ഇത് ഷെയർ ചെയ്യണം. മലയാള സമൂഹത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അതായത് കമന്റ് ഇതാ ഇങ്ങനെയാണേ. അക്കൗണ്ട് പേരൊന്നുമില്ല, ഒരു കാരക്കൂട്ടിൽ ദാസൻ. ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യും, അത് എല്ലാവർക്കും അറിയാം. എന്നാൽ താങ്കൾ ഒരു ഹിന്ദു വേഷം ധരിച്ച് ഏതെങ്കിലും മുസ്ലിമിന്റെ വീട്ടിൽ പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കാണിക്കുക. അപ്പോൾ പറയാം കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതിന് റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് റിപ്ലൈ ഞാൻ അതിൽ തന്നെ കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ റിപ്ലൈ ഒന്നും അവർക്ക് ബോധിക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അതിന്റെ റിപ്ലൈ തരാമെന്ന് വിചാരിക്കുന്നതിന് ഒരൊറ്റ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസങ്ങളിൽ വന്ന ഒരു ഒറ്റ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് ഞാനുള്ള റിപ്ലൈ ഞാൻ തരാം. അപ്പോൾ അത് വേണ്ടി ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. റമദാനിലാണ് ഈ വർഷം യാദർശികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം, അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. ഇത് പാളയം പള്ളിയിലെ ഇമാമിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികളാണെന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി ഈ റമദാൻ മാസത്തിൽ വ്രതം എടുക്കുന്ന മുസ്ലിംസ് വ്രതം എടുക്കുന്ന ഒരു മാസമാണ്. ആ മാസത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെള്ളവും ഇതുപോലെ ബാക്കി കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നും അവർക്ക് വീടുകളും പള്ളികളും തുറന്നു കൊടുക്കണമെന്ന് പറയുന്നു. ഈ പറയുന്ന പൊങ്കാല ഇടാൻ വരുന്നവർ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസവുമായിട്ട് അവിടെ വരുന്നവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബ്ലോഗർ അല്ല, ഏതെങ്കിലും ഇവിടുത്തെ ഒരു പാർട്ടി നേതാക്കളല്ല, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലെ ഇമാമായിട്ടുള്ള ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിയാണ്. ഇത് ഈ കാരക്കൂട്ടിൽ ദാസനെ പോലുള്ള പിന്തിരിപ്പൻ മൂരാച്ചികളായിട്ടുള്ള വിവരം കെട്ടവന്മാര് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുന്ന ഏതവനാണെന്നറിയത്തില്ല ഇവന്മാർ പറയുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കിൽ ഒരു കാരക്കൂട്ടിൽ ദാസനാണെങ്കിലും ഈ കൂട്ടിലിരിക്കുന്ന ദാസന്റെ പിന്നിൽ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ. അവരുടെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നമ്മൾ ഈ ചെയ്യുന്നത് ഇവർ ഈ പറയുന്ന അമ്മ നാടക നടിയോ ഞാൻ ഒരു വീടെടുത്ത് സെറ്റ് ഇട്ടുകൊണ്ട് അഭിനയിപ്പിച്ചൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. നമ്മൾ അവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന്. അവർ കാണുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ മിക്കവാറും പറയാറുള്ളത് കൂടെ പോകുന്ന പയ്യൻ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആവും, ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുവാന്ന് ഇങ്ങനെ പറയും. മാത്രമല്ല ഈ അമ്മമാർക്ക് ഇത് വീഡിയോ എടുക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണം എൻ്റെ ആരെങ്കിലും കൂടെ വരാം. കാര്യം അവർക്ക് അത് ശ്രദ്ധിക്കാൻ അത് ഒരുപക്ഷെ അറിയത്തുണ്ടാവത്തില്ല. എന്തായാലും ഇത് റിയൽ സംഭവമാണ് ഈ സംഭവിക്കുന്നതൊക്കെ. പിന്നെ എനിക്കിതിനെ നെഗറ്റീവ് വൽക്കരിച്ച് ഒരു ഭിന്നിപ്പുണ്ടാക്കാനാണ് ഈ പറയുന്ന കാരക്കൂട്ടിൽ ദാസനെ പോലുള്ള വിവരം കെട്ടവന്മാരുടെ മൈൻഡാണ് എനിക്കെങ്കിൽ ഏതെങ്കിലും കുറച്ച് വീട്ടിൽ കയറി ചെന്നിട്ട് നിസ്കരിച്ചോട്ടെന്ന് ചോദിക്കുന്നതും അവർ മൈൻഡ് ചെയ്യാത്തതുമായിട്ടുള്ള വീഡിയോ എടുത്തങ്ങ് ഇട്ടാൽ മതി. അതായത് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറുന്നു, എന്നിട്ട് ഞാൻ തന്നെ പറയുന്നു ഇവിടെ ആരും നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല, ഇനി പോരുന്നു പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവന്റെ ഈ വിഷത്തിന്റെ ഒക്കെ മൈൻഡ് എനിക്കും വേണേൽ കാണിക്കാം. അതിലപ്പുറത്തേക്ക് ഞാൻ കാണിക്കാൻ സാധിക്കുന്നത് എന്താ, നമ്മുടെ കേരളത്തിലെല്ലാവരും ഒന്നാണെന്നും ഇവിടെ ഈ വിശ്വാസപരമായിട്ടും മതപരമായിട്ടും ഒരു സൗഹൃദമുണ്ടെന്നുള്ളതും പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുക. അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതെന്താ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് വാഴുന്ന ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനിടയിലേക്ക് ഇതുപോലുള്ള സന്ദേശങ്ങൾ കൊടുത്ത് നമ്മളെല്ലാം ഒന്നാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ് ഇട്ട് അറിയാത്ത കുഞ്ഞുങ്ങളിലേക്ക് അറിയാത്ത വ്യക്തികളിലേക്ക് വീണ്ടും ഭിന്നിപ്പ് ഇതുപോലത്തെ വിവരക്കേട് നിങ്ങൾ പടർത്തി കൊടുക്കരുത്. പിന്നെ ചില കമന്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടതാണ്. പറ വരുന്ന സമയത്ത് അതിനെ നിങ്ങളുടെ വീട്ടിൽ കയറ്റി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ മുസ്ലിങ്ങളെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതും പൊട്ടന്മാരായിട്ടുള്ള വിവരമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഒരു ഇസ്ലാമിക വിശ്വാസി, യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം കേട്ടോ, ഈ ഫേക്ക് വിശ്വാസികളാണ് ഇവിടുത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അതാണ് ബാക്കിയുള്ളവർക്ക് ഭിന്നിപ്പുണ്ടാവാൻ കാര്യം. ഫേക്ക് വിശ്വാസിയുടെ കാര്യമില്ല. യഥാർത്ഥ വിശ്വാസി 5 നേരം നിസ്കരിക്കണം. നിങ്ങൾ കാണുമായിരിക്കും ചിലർ പള്ളി പോകുന്നത്, വെള്ളിയാഴ്ച പള്ളി പോകണം നിർബന്ധമെന്ന് പറയും. ആ വെള്ളിയാഴ്ച പള്ളിപ്പോക്ക് മാത്രമല്ല, ഒരു മനുഷ്യന് രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 12:30ക്കും അതിനുശേഷം വൈകിട്ട് 4 മണിക്കും അതിനുശേഷം വൈകിട്ട് 6:30ക്കും രാത്രി 8 മണിക്കും ഈ ഇത്രയും സമയം നിസ്കാരമുണ്ട്. 5 നേരം മസ്റ്റാണ്, നിസ്കരിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു വിശ്വാസി പോകുന്ന സമയത്ത് പള്ളിയൊന്നും കിട്ടിയില്ല, അത്യാവശ്യമായിട്ടും നിസ്കരിക്കണം, സ്ഥലം തരുമോ എന്നുള്ള രീതിയിൽ ഒരു വീട്ടിൽ കയറി നിസ്കരിക്കുന്ന രീതി നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അത് ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു മുസ്ലിം വിശ്വാസി ചെയ്യുന്നൊരു കർമ്മം, അതിന് ഇച്ചിരി സ്ഥലം തരുമെന്ന് ചോദിക്കുന്നത് അതിനെ വേറെ രീതിയിലേക്ക് വർഗീയവൽക്കരിച്ച്
പറ വരുമ്പോൾ മുസ്ലിം വീട്ടിൽ കയറ്റി പോകുന്നു. എടാ ഒട്ടന്മാരെ, ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരു യഥാർത്ഥ ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും ഇത് ഒരുത്തം പറയത്തില്ല. കാര്യം പറ എന്ന് പറയുന്നത് ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട വീടുകൾ കൃത്യമായി നേരത്തെ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അല്ലാതെ പോകുന്ന വഴിക്ക് മുസ്ലിം വീട്ടിലോട്ട് പോയി പറ കയറത്തില്ല. തിരിച്ചിതിന് ഒരു ബദൽ ചോദ്യം ഞാൻ ചോദിക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ജമാഅത്തിന്റെ കീഴിലുള്ള മുസ്ലിം പള്ളിയുടെ കീഴിലുള്ള ജമാഅത്തിന്റെ കീഴിൽ ഈ പള്ളിയിൽ നിന്ന് ഏതെങ്കിലും ഹൈന്ദവ വീട്ടിൽ പോയിട്ട് പിരിവ് തരാൻ പറയുമോ? അതായത് ജമാഅത്തിലുള്ളതാ, ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുമുള്ള നിങ്ങൾ പിരിവ് തരാൻ പറയുമോ? ഒരിക്കലും പറയത്തില്ല. അങ്ങനെ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞാലോ, അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചാലോ, എടാ പൊട്ട അങ്ങനെ പറയത്തില്ല. അതായത് ആ പള്ളിയുടെ കീഴിലുള്ള മുസ്ലിം വീടുകളിൽ മാത്രമേ ആ പള്ളിയിൽ നിന്ന് പിരിവിന് പോകത്തുള്ളൂ. അങ്ങനെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് പിരിവിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അംഗമാണെന്ന് പറഞ്ഞാൽ ഹിന്ദു ഒരു കാശ് കൊടുക്കുമോ എന്നൊക്കെ ഞാൻ തിരിച്ചു ചോദിച്ചാലോ? എടാ അത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നതാ. ഒരു അമ്പലത്തിന്റെ കീഴിലുള്ള വീടുകളിലാണ് ആ പറ പോകുന്നതെന്നുള്ളത് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എല്ലാം അറിയാം. അതേപോലെ തന്നെ ഈ പള്ളിയുടെ കീഴിലുള്ള വീടുകളിലാണ് ജമാഅത്തിന് പിരിവിന് പോകുന്നതെന്നും അവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അറിയാം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ബാലിശമായ ചോദ്യങ്ങൾ കൊണ്ടുവരുന്ന വെറും പൊട്ടന്മാരായി പോകുന്നു എന്ന് ഓർക്കുമ്പോൾ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ അറിയാത്ത, അതായത് അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത, ലോക പരിചയമില്ലാത്ത സാധുക്കൾ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനത്തെ കമന്റുകൾ കാണുമ്പോൾ ശരിയാണല്ലോ, ഓക്കെ നമുക്ക് തമ്മിൽ തല്ലാം എന്നുള്ള മൈൻഡ് ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ് ഇങ്ങനത്തെ കാരക്കൂട്ടിൽ ദാസൻ എന്ന് പറയുന്നവനെ പോലത്തെ ഫേക്ക് ഐ ഡി, റിയൽ ഫേസ് ഇല്ലാത്ത, ഇനിയൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, നല്ല മക്കളുടെ ഉദ്ദേശം. എന്തായാലും വീഡിയോ താൽക്കാലമായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇതുവരെ കാണാത്തവർ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം, ഒന്ന് കണ്ടോളൂ. ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഞാൻ എത്രക്കാരനും ആയിക്കോട്ടെ, ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ മത സൗഹൃദം അത് പുലരണം, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള, അതിനകത്ത് അപ്പുറത്തേക്ക് ഒന്നുമില്ല. അമ്മ നമുക്ക് അതിന് സൗകര്യം തരുന്നു, നമ്മൾ അമ്മയെ കാണുന്നു, സ്നേഹത്തോടെ പിരിയുന്നു. അവിടെ ഒരു ഭിന്നിപ്പും നമ്മളില്ല, കാണിക്കുന്നില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ, അതിൽ ഒരു നന്മ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് മതി, അതാണ് വേണ്ടതെന്ന് ഞാനിവിടെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ വേണ്ട, എവിടെയെങ്കിലുമൊക്കെ പോട്ടെ, നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾ മതി. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവന്മാർ പോയി കണ്ടം വഴി ഓടുന്ന മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മാക്സിമം കമന്റ് ചെയ്യണം. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം. ഇവിടെ എടുത്ത അമ്മയെ, പിന്നെ ഇവിടെ കാണേ പള്ളി വല്ലതും നമസ്കരിക്കാൻ പറ്റിയ, പിന്നെ പെട്ടെന്ന് വാങ്ങി വിളിച്ച് നിസ്കരിക്കാൻ നമുക്ക് ഇവിടെ കാണാൻ സൗകര്യം കാണുമെന്ന് നിസ്കരിക്കാൻ. ഞാനിങ്ങനെ യാത്ര പോയി ഇങ്ങനെ വരുവാണ്. എനിക്ക് ഒരു ചെറിയ പായോ എന്തെങ്കിലും ഒരു ചെറിയ പേപ്പർ തരാമോ? പടിഞ്ഞാറ് എവിടാ? കുഴപ്പമില്ല, എനിക്ക് ഇവിടെ ഇച്ചിരി സൗകര്യം എവിടെയും തന്നാൽ മതി. അപ്പുറത്തോട്ട് വരാം. അമ്മ പൈപ്പ് എവിടെ ഉള്ള? വെള്ളം എവിടെ? അമ്മ എന്തോടുക്കുമായിരുന്നു? അമ്പലത്തിൽ വിളക്ക് കത്തിക്കാനായിരുന്നില്ലയോ? അപ്പുറത്ത് അമ്പലം. വളരെ ഉപകാരം, സന്തോഷം. നമ്മുടെ പേരെന്തുവാ? ഓച്ചറ. ഓച്ചറ അമ്പലത്തിന്റെ അടുത്താ? ഇവിടെ അമ്മ ഒറ്റയ്ക്കാണോ? മക്കളുണ്ട്. എന്ത് ചെയ്യുന്നു? വർക്കിന് പോയേക്കുവാ. അങ്ങോട്ട് ഒരുപാട് സന്തോഷം. അമ്മയ്ക്ക് എന്തെങ്കിലും ഞാനൊരു സമ്മാനം, ഒരു സ്നേഹം കൊണ്ട് എന്തെങ്കിലും തരണം എനിക്ക്. ഒരു ചെറിയ സമ്മാനം. അമ്മയടുത്ത് ഞാൻ വന്ന് ചോദിച്ചു നിസ്കരിക്കാൻ സ്ഥലം തരുമെന്ന് ചോദിച്ചപ്പോഴത്തേനും മക്കൾ വന്ന വീടിനകത്ത് കയറ്റി നിസ്കരിപ്പിച്ച്. ഇതാണ് നമ്മുടെ കേരളം അല്ലേ? ഇവിടെ ജാതിയും മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല, എല്ലാരും ഒന്നാ. അപ്പൊ അമ്മേ ഒരു ഗിഫ്റ്റ്. എന്റെ പേര് അൽത്വാഫ് എന്നാ. നമ്മൾ റോഷൻ സാർ ഉണ്ടായിരുന്നു, നമ്മുടെ ക്യാമറമാൻ അസ്ലം ഉണ്ടായിരുന്നു. അസ്ലം ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്ന് പയ്യൻ വീഡിയോ എടുക്കുന്നുണ്ടേ. ഇതൊരു അധ്യാപകനാണ്. ഇങ്ങനത്തെ ഒരു അമ്മയെ കിട്ടിയ മക്കളെല്ലാം ഭയങ്കര ഭാഗ്യം ചെന്ന മക്കളാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ അമ്മമാര് വേണം, ഇങ്ങനത്തെ മനുഷ്യർ വേണം കേരളം. ഇതാണ് കേരള സ്റ്റോറി കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല കേരള സ്റ്റോറി. അപ്പോൾ നിങ്ങളും ഫോളോ വെച്ച് കൂടെ തന്നെ നിന്നോ. ഉറപ്പായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങളുമായിട്ട് നമ്മൾ വരും. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.